മുകുന്ദേട്ടൻ്റെ നാമധേയത്തിൽ കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ച സേവാ പുരസ്കാരത്തിന് ഈ വർഷം അർഹയായിട്ടുള്ള ഡോക്ടർ MS സുനിൽ, ശ്രീ VK സജീവൻ, ശ്രീ അഡ്വക്കേറ്റ് സുധീർ, ശ്രീ P ഉണ്ണികൃഷ്ണൻ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ശ്രീ P മുകുന്ദേട്ടൻ ഒരു ഓർമ്മയായി 2 വർഷമാവുകയാണ്. കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് ഒരാമുഖത്തിന് ആവശ്യമില്ലാത്ത വ്യക്തിത്വമായിരുന്നു മുകുന്ദേട്ടനെന്ന് എല്ലാവർക്കും അറിവുള്ളതാണ്. ഈ വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരുപാട് ഓർമ്മകൾ മുകുന്ദേട്ടനെ സംബന്ധിച്ചിടത്തോളമുണ്ട്. വ്യക്തിജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സംഘടനാ ജീവിതത്തിലെല്ലാം പലപ്പോഴും പ്രതിസന്ധിയിലായിട്ടുള്ള പല ആളുകൾക്കും ആത്മവിശ്വാസം നൽകാൻ, അവരെ കൂടെ ചേർത്ത് നിർത്താൻ, അവർക്കൊരു ദിശാദർശനം നൽകാൻ, അവരെ മുമ്പോട്ടേക്ക് നയിക്കാൻ, അവർക്കെല്ലാം എത്തിപ്പിടിക്കേണ്ട വലിയ ലക്ഷ്യത്തിലേക്ക് അവരെ നയിക്കാൻ, ഇതിനെല്ലാം നിശബ്ദമായി കേരളത്തിൽ 10,000-കണക്കിന് ആളുകളുടെ കൂടെ നിന്നിട്ടുള്ള വ്യക്തിയായിരുന്നു ശ്രീ മുകുന്ദേട്ടൻ. അതുകൊണ്ട് മുകുന്ദേട്ടൻ്റെ അനുസ്മരിക്കുന്ന സന്ദർഭത്തിൽ അത് കേവലം ഒരു അനുസ്മരണത്തിൽ മാത്രം ഒതുങ്ങരുത് എന്നുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ വർഷം മുതൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അവാർഡ് ഉണ്ടാകണം എന്ന് ആലോചിച്ചത്. ഏത് മേഖലയിലായിരിക്കണം അവാർഡ് എന്ന് ചിന്തിച്ചപ്പോഴും അതിനെ സംബന്ധിച്ചിടത്തോളം 2 അഭിപ്രായം ആർക്കും ഉണ്ടായിരുന്നില്ല. മുകുന്ദേട്ടൻ്റെ പ്രേരണ കൊണ്ട് സേവന പ്രവർത്തനം നടത്തിയിട്ടുള്ള ധാരാളം ആളുകൾ കേരളത്തിലുണ്ട്. ഒരുപാട് ആലംബഹീനരായിട്ടുള്ള ആളുകൾക്ക് അത്താണിയായി മാറാൻ പലരെയും പ്രേരിപ്പിച്ചതിൻ്റെ പിറകിൽ മുകുന്ദേട്ടൻ്റെ പ്രവർത്തനമുണ്ടായിരുന്നു എന്ന് പല ആളുകളും സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുകുന്ദേട്ടൻ ഓർമ്മിക്കപ്പെടേണ്ടത് രാഷ്ട്രീയ രംഗത്തോ സാമൂഹിക രംഗത്തോ സാംസ്കാരിക രംഗത്തെയുള്ള സംഭാവനകൾക്കപ്പുറത്ത് ഈ സമൂഹത്തിൽ ആരുടെയെങ്കിലും തുണയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന, ആരുടെയെങ്കിലും ഒരു സഹായഹസ്തം എനിക്ക് ലഭിക്കണമേ എന്ന് ആത്മാർത്ഥമായി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന, സാധുജനങ്ങളായിട്ടുള്ള മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ തയ്യാറാകുന്ന, അവർക്ക് കൂടെ നിൽക്കാൻ തയ്യാറാകുന്ന ആളുകൾ തന്നെയായിരിക്കണം മുകുന്ദേട്ടൻ്റെ പേരിൽ ഒരു അവാർഡ് ഏർപ്പെടുത്തുമ്പോൾ അതിനർഹമാകേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് സേവാ പ്രവർത്തനങ്ങൾക്ക്, സേവന പ്രവർത്തനങ്ങൾക്കുള്ള അവാർഡായിരിക്കണം ഉണ്ടാകേണ്ടത് എന്ന് തീരുമാനിച്ചത്. കഴിഞ്ഞ വർഷം 1ാമത്തെ അനുസ്മരണ ദിനത്തിൽ ഈ അവാർഡിന് അർഹനായത് ഇന്ന് കേന്ദ്രമന്ത്രിയായിട്ടുള്ള ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപിയുടെ പേര് അന്ന് ആലോചിക്കുമ്പോൾ പോലും എല്ലാവർക്കും ഒരു ഏകകണ്ഠമായിട്ട് തന്നെയാണ് ആ പേരിലേക്ക് എത്തിയത്. സിനിമാ രംഗത്തും രാഷ്ട്രീയ രംഗത്തും മാത്രമല്ല, കേരളം അന്നും ഇന്നും സുരേഷ് ഗോപിയെ അറിയുന്നത് സാധാരണക്കാർക്ക് സഹായം നൽകുന്ന വ്യക്തിയാണ്. അതുപോലെ ഓർമ്മിക്കപ്പെടേണ്ട, ആദരിക്കപ്പെടേണ്ട വ്യക്തിയാണ് ഡോക്ടർ MS സുനിൽ. അവരെ ഒരുപക്ഷെ മലബാറുകാർക്ക് പരിചയം കുറവായിരിക്കാം. പക്ഷേ ദക്ഷിണ കേരളത്തിൽ 100 കണക്കിന് ആളുകൾക്ക് സഹായഹസ്തം നൽകിയിട്ടുള്ള വ്യക്തിയാണ്. ഒരു കിടപ്പാടം എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ്. ആ കിടപ്പാടം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഈശ്വരൻ്റെ കരസ്പർശമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ പ്രവർത്തനത്തിനാണ് കഴിഞ്ഞ എത്രയോ വർഷമായി ടീച്ചർ നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ മുകുന്ദേട്ടൻ സേവാ പുരസ്കാരം ഏറ്റവും അർഹതപ്പെട്ട കൈകളിലാണ് വന്നു ചേരുന്നത് എന്ന് സംഘാടക സമിതിയിലെ ആളുകൾക്ക് തർക്കമൊന്നുമില്ല. ഈ അവാർഡിന് അർഹയായ സുനിൽ ടീച്ചർക്ക് എല്ലാ അഭിവാദ്യങ്ങളും എല്ലാ അനുമോദനങ്ങളും ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ദീർഘമായി പറയണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും അനുസ്മരണ പ്രഭാഷണം ചെയ്യുകയും ചെയ്യുന്ന 2 വ്യക്തികളും മുകുന്ദേട്ടനോടൊപ്പം ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് മുകുന്ദേട്ടനെ കുറിച്ച് ഏറ്റവും ആധികാരികമായി പറയാൻ അർഹതപ്പെട്ടിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ സമ്മേളനത്തിൽ വന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. 1991
ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് മുകുന്ദേട്ടൻ നിയോഗിക്കപ്പെടുന്നത്. 2005 ദക്ഷിണ കേരളത്തിൻ്റെ സംഘടനാ സെക്രട്ടറി എന്ന ചുമതലയിലേക്ക് അദ്ദേഹം മാറ്റപ്പെടുന്നതുവരെ കേരളത്തിൻ്റെ BJPയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്നു. കേരളത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുർഘടമായ ഒരു കാലഘട്ടത്തിൽ, ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുള്ളൊരു കാലഘട്ടത്തിൽ, ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരുപാട് അപവാദ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ, കാറ്റും കോളും നിറഞ്ഞ ഒരു വലിയ കാലഘട്ടത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന ഈ രാഷ്ട്രീയ നൗകയെ അതിലൊന്നും പെടാതെ 1.5 പതിറ്റാണ്ട് കാലം സുദീർഘമായിട്ട് നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുള്ളത്. ആ കാലഘട്ടത്തിലാണ് കേരളത്തിൽ നൂറുകണക്കിന് പുതിയ പ്രവർത്തകന്മാരെ കൈപിടിച്ചു കൊണ്ടുവരാൻ തയ്യാറായിട്ടുള്ളത്. രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഒരു പുതിയ മുഖം നൽകാൻ അദ്ദേഹം തയ്യാറായിട്ടുള്ളത്. ഈ കാലഘട്ടത്തിലെ അത്യന്താധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒന്നും ഉള്ള ഒരു കാലഘട്ടമായിരുന്നില്ല. ഇന്ന് ഏത് ചെറിയ ചലനങ്ങളും ഒപ്പിയെടുക്കാൻ നമുക്ക് സോഷ്യൽ മീഡിയയുണ്ട്. ഏത് സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ നമുക്ക് വാട്സപ്പ് ഉണ്ട്. ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നവമാധ്യമങ്ങളുടെ വലിയ സംവിധാനം ഇന്നുണ്ട്. ഇതൊന്നുമില്ലാത്തൊരു സന്ദർഭത്തിൽ തിരുവനന്തപുരത്ത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ആഫീസിന്റെ മുറിയിലിരുന്നുകൊണ്ട് ഈ കേരളത്തിലെ ഓരോ പ്രവർത്തകന്റെയും ചലനം ഒപ്പിയെടുക്കാൻ, ഓരോ പ്രവർത്തകനും എന്ത് ചിന്തിക്കുന്നു എന്നറിയാൻ, അയാൾ എങ്ങോട്ട് പോകുന്നു എന്നറിയാൻ സാധിക്കുന്ന ഒരു വലിയ ശൃംഖല മുകുന്ദേട്ടനുണ്ടായിരുന്നു. ആ ശൃംഖലയാണ് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേയറ്റം വരെ അദ്ദേഹം കടന്നു ചെന്ന വീടുകൾ, അദ്ദേഹം താമസിച്ച വീടുകൾ, അദ്ദേഹം പരിചയപ്പെട്ടിട്ടുള്ള ആളുകൾ, അതിലൂടെ 10,000-കണക്കിന് ആളുകളുടെ ഒരു വലിയ ശൃംഖലയുണ്ടാക്കി. ആ ശൃംഖലയിലൂടെ ഒരു പ്രസ്ഥാനത്തെയും പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാരെയും നിയന്ത്രിക്കുവാൻ, അവരെ വഴികാട്ടുവാൻ, അവരെ ചലനങ്ങൾ അറിയുവാൻ, അവരെ മനസ്സറിയുവാൻ, അവരുടെ കുടുംബങ്ങൾ നടക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അറിയുവാൻ സാധിച്ചിരുന്നു എന്നുള്ളത് ഇന്ന് ചിന്തിക്കുമ്പോൾ അതൊരു വലിയ അത്ഭുതമാണ്. അതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി കഴിയില്ല. പക്ഷെ കേരളത്തിലെ ഓരോ BJP പ്രവർത്തകന്റെ, ഓരോ സ്വയം സേവകന്റെ വീട്ടിലെയും ചെറിയ ചലനങ്ങൾ, ആ ചലനങ്ങളെല്ലാം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ കാണുമ്പോൾ അത് ചോദിക്കുമായിരുന്നു, അതിൻ്റെ വിശദാംശങ്ങൾ പറയുമായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് മുകുന്ദേട്ടനോട് നമുക്കൊരു കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഒരു ചെറിയ കള്ളം പോലും വളരെ എളുപ്പത്തിൽ അദ്ദേഹം പൊളിച്ചെടുക്കുമായിരുന്നു. 4 പ്രാവശ്യം തുടർച്ചയായി ചോദ്യങ്ങൾ ചോദിച്ചാൽ ഏത് കള്ളവും മുമ്പിൽ പൊളിഞ്ഞു പോകുമായിരുന്നു. അതൊരു അസാമാന്യമായിട്ടുള്ള ജീവിതത്തിൻ്റെയും അസാമാന്യമായിട്ടുള്ള സ്വഭാവത്തിൻ്റെയും ധേയനിഷ്ഠയുടെയും പ്രതീകമായിരുന്നു. ഈ കാലഘട്ടത്തിൽ അന്യം നിന്നു പോകുന്ന ഒരു വലിയ തലമുറയുടെ പ്രതിനിധിയായിട്ട് തന്നെയാണ് ഞാൻ ശ്രീ PP മുകുന്ദേട്ടനെ കാണുന്നത്. ഈ കാലഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ രാഷ്ട്രീയം എന്നുള്ളത് നാം എല്ലാം ആഗ്രഹിക്കുന്നതിനപ്പുറത്തുള്ള രാഷ്ട്രീയമാണ്. ആളുകൾ പലതരത്തിലാണ്. പഴയതുപോലെ ആളുകളുമായിട്ടുള്ള ഇടപെടലുകൾ, മനുഷ്യരുമായിട്ടുള്ള ഇടപെടലുകളൊക്കെ വലിയ തോതിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് അധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും രാഷ്ട്രീയമല്ല. ഇന്നത്തെ രാഷ്ട്രീയം എന്നുള്ളത് ഫാൻസ് അസോസിയേഷൻ്റെ രാഷ്ട്രീയമാണ്. നമ്മുടെ കൂടെ നിൽക്കാൻ കുറച്ച് ആളുകളുണ്ടെങ്കിൽ, നമുക്ക് സ്തുതിപാഠകരായിട്ടുള്ള കുറേ ആളുകളുണ്ടെങ്കിൽ, നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാൻ കുറേ ആളുകളുണ്ടെങ്കിൽ, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ കുറേ ആളുകളുണ്ടെങ്കിൽ, നമ്മുടെ വാട്സപ്പ് മെസ്സേജുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറേ ആളുകളുണ്ടെങ്കിൽ അത് മാത്രം മതി. അതിലൂടെ ഏത് വലിയ പദവിയിലേക്കും എത്താൻ ആർക്കും സാധിക്കുമെന്ന് ഓരോ ദിവസവും തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അധ്വാനത്തിലൂടെ, പരിശ്രമത്തിലൂടെ, മനുഷ്യന്റെ മനസ്സറിഞ്ഞുകൊണ്ട്, അവൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഒരു മഹാസംഘടനയെ എങ്ങനെയാണ് നയിക്കേണ്ടത് എന്ന് മുകുന്ദേട്ടൻ പഠിപ്പിച്ചു തന്നത്, കാണിച്ചു തന്നത്. അതുകൊണ്ട് രാഷ്ട്രീയം വ്യത്യാസമുണ്ട്. ധാർമ്മികത എന്നുള്ളത് രാഷ്ട്രീയത്തിൽ ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു. ഏത് കാര്യം ചെയ്താലും അതിനെല്ലാം ന്യായീകരിക്കാൻ ആളുണ്ട്. ഒരു സമൂഹം ഏറ്റവും തെറ്റാണ് എന്ന് പറയുന്ന കാര്യം പോലും ചെയ്താൽ, ഒരു സമൂഹത്തിൽ നാം ചെയ്യാൻ പാടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ അതിന് പോലും പിന്തുണക്കാൻ ആളുകളുണ്ടാകുന്ന ധാർമ്മിക രാഷ്ട്രീയം എന്നുള്ളത് കേവലം ഒരു പുറംപൂച്ച് മാത്രമായി മാറിയ കാലഘട്ടമാണ്. ചെയ്യുന്നത് അധാർമികമാണ് എന്ന് 100% അറിയുമ്പോഴും ആ അധാർമികതയെ ഏറ്റുപിടിക്കാൻ ആളുകൾ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മഹാഭാരതത്തിൽ ദുര്യോധനൻ പറയുന്നുണ്ട്, ഞാൻ ചെയ്യുന്നതെല്ലാം അധാർമികമാണ് എന്ന് എനിക്കറിയാം, പക്ഷെ എന്ത് ചെയ്യാനാ, ഞാൻ അതെല്ലാം ചെയ്യാൻ വിധിക്കപ്പെട്ടു പോകുന്നു, ഞാൻ അതെല്ലാം അറിയാതെ ചെയ്തു പോകുന്നു. അങ്ങനെ അധാർമികമാണ് എന്നറിഞ്ഞുകൊണ്ട് അധാർമിക പ്രവർത്തനങ്ങൾ ആളുകൾ ചെയ്യാൻ രാഷ്ട്രീയത്തെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. ഈ കാലഘട്ടത്തിൽ ധാർമ്മികത എന്നുള്ളത് അത്
വ്യക്തി ജീവിതത്തിലായാലും സംഘടനാ ജീവിതത്തിലായാലും സാമൂഹിക ജീവിതത്തിലായാലും എക്കാലവും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വ്യക്തിയാണ് ശ്രീ മുകുന്ദേട്ടൻ. ദീർഘകാലം ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് മാറി അദ്ദേഹം വിശ്രമിച്ച സന്ദർഭത്തിൽ, ആ സന്ദർഭത്തിലും ഓരോ ഘട്ടത്തിലും ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. പറയേണ്ടത് മാത്രമേ അദ്ദേഹം എല്ലാ ഘട്ടത്തിലും പറഞ്ഞിരുന്നുള്ളൂ. തനിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് മുകുന്ദേട്ടൻ അറിയാമായിരുന്നു. പക്ഷേ ഒരു കാര്യം പോലും അദ്ദേഹം തയ്യാറായതില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ച ഒരു അനുഭവം ഈ പ്രാവശ്യം ഒന്നുകൂടി ആവർത്തിച്ചുറപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. മുകുന്ദേട്ടൻ മണത്തണലിൽ വീട്ടിൽ വിശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതാൻ വേണ്ടി കൊല്ലത്തെ ഒരു പത്രപ്രവർത്തകർ വന്നിരുന്നു. വലിയ നിർബന്ധം മുകുന്ദേട്ടൻ അദ്ദേഹത്തെ ചെലുത്തി. മുകുന്ദേട്ടനോട് അവർ പറഞ്ഞു, നിങ്ങൾ കുറെ കാലം BJP-യിൽ പ്രവർത്തിച്ചു, അതിനു മുമ്പ് സംഘത്തിൻ്റെ ആളായിരുന്നു, ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, ഇപ്പം മാറി നിൽക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടാകും, സംഘടനക്കകത്തെ കാര്യങ്ങൾ പറയാനുണ്ടാകും, പുറത്തെ കാര്യങ്ങൾ പറയാനുണ്ടാകും, അതെല്ലാം ആളുകൾ അറിയേണ്ടതാണ്. അവരോട് മുകുന്ദേട്ടൻ പറഞ്ഞ മറുപടിയുണ്ട്, എൻ്റെ ജീവിതം എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ജീവിതമാണ്. ഞാൻ എല്ലാ വഴികളിലും ഞാൻ സംഘടന കൂടെയാണ് ഉള്ളത്. ഞാൻ 18ാമത്തെ വയസ്സിൽ പ്രചാരകനായി പ്രവർത്തനം ആരംഭിച്ച നാൾ മുതൽ ഈ സംഘടനയോടൊപ്പമാണ് ഞാനുള്ളത്. എനിക്ക് പറയാനുള്ളത്, പൊതുസമൂഹത്തോട് പറയാനുള്ളത് ഞാൻ പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എനിക്കെൻ്റെ പ്രവർത്തകരോട് പറയാനുള്ളത് ഞാൻ പ്രവർത്തിക്കുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും പറയാനുള്ളത് എന്നെ കാണാൻ വരുന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ഒരു പുസ്തകത്താളുകൾ അടയാളപ്പെടുത്തി ഈ സമൂഹത്തോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിങ്ങൾക്ക് ആഘോഷിക്കാൻ കുറേ കാര്യങ്ങൾ വേണമെന്നായിരിക്കും. സമൂഹത്തിന് ആഘോഷിക്കാനുള്ള ഒന്നും എനിക്ക് നിങ്ങൾക്ക് തരാനില്ല. എൻ്റെ സംഘടനയ്ക്കും എൻ്റെ പ്രവർത്തകന്മാർക്കും ആഘോഷിക്കാനും സന്തോഷിക്കാനുമുള്ള കാര്യങ്ങൾ മനസ്സിലോർത്തുകൊണ്ട് മണ്ണിലേക്ക് പോവുക എന്നല്ലാതെ പുറം ലോകത്തിന് ആഘോഷിക്കാനുള്ള ഒന്നുപോലും എൻ്റെ ജീവിതത്തിൽ അവശേഷിക്കുന്നില്ല എന്ന് പറഞ്ഞു നിർത്തുമ്പോൾ, പറയാനുള്ള പല കാര്യങ്ങളും ഉണ്ടെങ്കിലും പറയാതിരിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് ആളുകൾക്ക് പറയാൻ മാത്രമേ അറിയൂ. പക്ഷേ പൊതുപ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം പലതും പറയാതിരിക്കുക എന്നുള്ളതാണ്. പലതും പറയാതിരിക്കുക എന്ന വലിയ ഗുണം ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുള്ള വ്യക്തി എന്നുള്ള നിലക്ക് ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ്. എല്ലാ പൊതുപ്രവർത്തകർക്കും എല്ലാ സംഘടന പ്രവർത്തകർക്കും ഒരുപാട് പാഠങ്ങൾ ഏറ്റുവാങ്ങാനുള്ള ഒരു വലിയ സർവകലാശാലയാണ് ശ്രീ PP മുകുന്ദൻ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ ഭാഷണം അവസാനിപ്പിക്കുന്നു. നമസ്കാരം. വന്ദേ മാതരം.